വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ പരിപ്പും തക്കാളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറി. അധികം തിക്കായിട്ടുള്ളൊരു കറിയല്ല കേട്ടോ. കൂടുതൽ തിക്കായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പരിപ്പും തക്കാളിയും ഒഴിച്ചുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവോള, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ തൂരപ്പരിപ്പ് ഒന്ന് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും സവോളയും ഒക്കെ ഒരു ചട്ടിയിലേക്ക് മുറിച്ച് മാറ്റാം. പരിപ്പിൻ്റെ കൂടെ തക്കാളിയും സവാളയും ചേർത്ത് വേവിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയും സവാളയും വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകും. നമുക്ക് തക്കാളിയും സവാളയും വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകണ്ട. കുറച്ച് വലിയ പീസുകളായിട്ട് ഈ ഒരു വലിപ്പമുള്ള പീസുകളായിട്ട് തക്കാളി കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഇതിനോടടുത്ത വലിപ്പമുള്ള പീസുകളായിട്ട് തന്നെ നമ്മൾ സവാളയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, നമ്മൾ പരിപ്പിൽ മഞ്ഞൾപ്പൊടിയോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതനുസരിച്ച് പരിപ്പിനും കൂടി ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതെല്ലാം കുക്കാവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയും സവോളയും ഒന്ന് കുക്കായി വരട്ടെ, ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചാൽ പരിപ്പിലേക്ക് ആ ഉപ്പും എരിവും ഒക്കെ ഒന്ന് പിടിച്ചു വരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി ആവശ്യമാണെങ്കിൽ ചെറുതായിട്ട് എണ്ണയിലൊന്ന് കുക്ക് ചെയ്ത് ചേർക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തക്കാളിയും സവോളയും കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ തന്നെ 1-2 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. പിന്നെ പരിപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വേഗം തിക്കാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഗ്രേവി കുറുക്കി എടുക്കരുത്. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇരുന്നൊന്ന് ചൂട് മാറി വരുമ്പോൾ ഗ്രേവി കുറുകിപ്പോവും. ഇനി നന്നായിട്ടൊരു 2 മിനിറ്റ് തിളയ്ക്കട്ടെ. ഇതാ നമ്മുടെ കറി ഒരു വിധം ഒന്ന് കുറുകിയുണ്ട്, വല്ലാതെ അങ്ങോട്ട് കുറുകി പോയിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചട്ടിയുടെ ചൂടിൽ തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. പിന്നെ ചൂട് മാറുന്നതനുസരിച്ച് വീണ്ടും തിക്കാവും കേട്ടോ. അപ്പോൾ ഇത്രയും ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കാം. പക്ഷെ ചോറിൽ ഒഴിച്ച് കഴിക്കുമ്പോൾ ഒരുപാട് തിക്കായി പോകണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി ഇങ്ങനെ തന്നെ വയ്ക്കാം. ചൂടൊന്ന് കുറഞ്ഞ് ആ തിളയൊക്കെ ഒന്ന് കുറഞ്ഞു വരണം. അതിനുശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ വറവിടുന്നത് കാണിക്കുന്നില്ല, എന്താണെന്ന് വെച്ചാൽ ചോറ് നടുക്കിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ സാധാരണ പോലെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ടാണ് വറവിടുന്നത്. എന്താ വറവ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വറവ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ നമ്മുടെ കറിയുടെ ആ തിളയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ. 1-ാം പാലാണ്. 1-ാം പാല് ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചൂടോടുകൂടി തിളയ്ക്കുമ്പോൾ തന്നെ ചേർക്കാതെ തിളയൊന്ന് കുറഞ്ഞിട്ട് ചേർക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ തന്നെ അടച്ചു വെക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ കറി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ കറി ഉപയോഗിക്കുക. അപ്പോഴാണ് കറി കറക്റ്റ് ടേസ്റ്റ് ആവുന്നത്. എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്ര ടേസ്റ്റ് വരില്ല. ഏത് കറിയാണെങ്കിലും നമ്മൾ ഒന്ന് കറി ഇരുന്ന് സെറ്റായി വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി കറി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപ്പ് തക്കാളി കറി. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂട് മാറിയിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.